സ്മൃതി, കോൺഗ്രസിൻ്റെ ഇന്നത്തെ സമ്മേളനത്തിൽ നിന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞ കാര്യമാണ് ഞാൻ കാര്യമായിട്ട് തന്നെ എടുക്കുന്നത്. നേതാക്കന്മാർ തമ്മിലുള്ള തമ്മിലടി പൊതുജനം വിലയിരുത്തുന്നതിനെ കുറിച്ചിട്ടാണെന്ന് കെ.സി. വേണുഗോപാൽ പറയുന്നത്. അപ്പോൾ എന്താ പറയുക, അവർ തന്നെ അതിനകത്തൊരു തീരുമാനം എടുത്തു പോകണം. ഈ സമ്മേളനത്തോട് കൂടിയിട്ട്, ഈ യോഗം കഴിയുന്നതോട് കൂടിയിട്ട് നേതാക്കന്മാർ തമ്മിലുള്ള തമ്മിലടി ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിലാണ് കെ.സി. വേണുഗോപാൽ എന്ന് പറയുന്നത്. ഇനി ഇത് തുടർന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. ഒന്ന് പറയും, രണ്ട് പറയും, മൂന്ന് പറയും. അതിനപ്പുറത്തേക്ക് ഇനി നിങ്ങൾ തമ്മിലടി ചർച്ച ചെയ്യാനുള്ളൊരു അവസരം ഞാൻ ഉണ്ടാക്കില്ല എന്നുള്ള നിലത്തേക്കാണ് കെ.സി. വേണുഗോപാൽ പറഞ്ഞു പോകുന്നത്. ഈ യോഗത്തോടുകൂടി ഞാൻ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കോൺഗ്രസിൽ സാധാരണ നടക്കാത്ത ഒരു പരിധിയുള്ള ഇങ്ങനെയുള്ള യോഗങ്ങൾ അടുത്ത കാലങ്ങളിൽ അടുപ്പിച്ചടുപ്പിച്ച് നമ്മൾ നടക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. സാധാരണ ഉണ്ണിബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ ഒരു കേഡർ സ്വഭാവമുള്ള പാർട്ടിയല്ല കോൺഗ്രസ്. പക്ഷേ ഒരു കേഡർ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് വളരെയധികം ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. കുറച്ച് നാളുകളായിട്ട് കെ സുധാകരനെ കൊണ്ടുവന്ന ആദ്യത്തെ ഒരു സെമി കേഡർ സംവിധാനത്തിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുവരണം എന്ന് പറയുന്ന സംവിധാനത്തിലേക്കായിരുന്നു വന്നിരുന്നത്. അപ്പോൾ അങ്ങനെ ലെവലിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കെ.സി. വേണുഗോപാൽ ശ്രമിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം കെ.സി. സംഘടനാ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് കേരളത്തിൻ്റെ ഒരു വലിയ രീതിയിലുള്ള ഉത്തരവാദിത്തം കെ.സി. വേണുഗോപാൽ എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന പോലെയാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നത്. കാരണം കെ.സി. വേണുഗോപാലിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അങ്ങനെയാണ്, ആ അർത്ഥത്തിലാണ് അതിനെ കാണേണ്ടത്. നമ്മുടെ ലക്ഷ്യം ക്ലിയറാണ്. 2026 ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയമാണ് നമ്മുടെ ലക്ഷ്യം. രണ്ടാമത് വരുന്ന 2025 വരുന്ന നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തമ്മിലെ ഇലക്ഷനാണ് നമ്മുടെ ലക്ഷ്യം. ഈ ഇലക്ഷനിലേക്ക് എങ്ങനെ നമ്മൾ പ്രവർത്തിക്കണം, ഏത് രീതിയിൽ പ്രവർത്തിക്കണം, അതിന് നമ്മുടെ തമ്മിലുള്ള തമ്മിലടി ഒരു പ്രശ്നമാകാൻ പാടില്ല എന്നുള്ള ഒത്തിരി കാര്യങ്ങളാണ് ഈ ചർച്ച നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം BJPയുടെ വളർച്ച നമ്മൾ ചെറുതായിട്ട് കാണാൻ പറ്റും. 2019 4% വോട്ടാണ് 2026 വന്നപ്പോഴത്തേക്ക് 24 വന്നപ്പോഴത്തേക്ക് മാറ്റം വന്നത്. അപ്പോൾ ഈ 4% വോട്ട് സുരേഷ് ഗോപിയുടെ വിജയം മാത്രം ഉണ്ണിബാലകൃഷ്ണൻ പറഞ്ഞതാണ് എൻ്റെ കറക്റ്റ് കാര്യം. കാരണം 2024 ഇലക്ഷന് സുരേഷ് ഗോപിയുടെ വിജയം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ഒരു സൂപ്പർ സ്റ്റാർ വന്ന് മത്സരിച്ചതുകൊണ്ട് ജയിച്ചതാണ്. അതൊരു താൽക്കാലിക പ്രതിഭാസമാണ്. അത് BJPയുടെ വളർച്ചയെ നമ്മളങ്ങനെ കാണണ്ട എന്ന് പറയുന്നതിലൊന്നും ഒരു യുക്തിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്താണ്, SNDP പോലെയുള്ള സംഘടനകൾ, അതുപോലെ SNDPയുടെ ഒരു സഹസംഘടന പോലെയാണ് BDJS വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ മകനാണ് BDJSൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്നത്. അതുകൂടാതെ ഏതാണ് LDA കൺവീനറും കൂടിയാണ്. അങ്ങനെയുള്ള ഒരു സംവിധാനം SNDPനെ എത്ര, ഈഴവ കമ്മ്യൂണിറ്റിനെ എത്ര ശതമാനത്തോളം കോൺഗ്രസിനോട് അടുപ്പിച്ച് നിർത്താൻ പറ്റുന്നു എന്നുള്ളത് കോൺഗ്രസ് സംബന്ധിച്ചോളം വലിയൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ജോസ് കെ മാണി കേരള കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തേക്ക് കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തേക്ക് കഴിഞ്ഞ ശേഷം സംഭവിച്ചൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിൽ നിന്ന് എത്ര ക്രിസ്ത്യൻസിനെ അപേക്ഷിച്ച് എത്ര ആൾക്കാരെ UDFിനോട് കൂടി ചേർത്ത് നിർത്താൻ പറ്റി എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. അപ്പം ഇനിയിപ്പം ഈ രാജ്യസഭ കിട്ടിയത് കൊണ്ട് ഇനി ആ ഒരു മുന്നണി വിപുലീകരണം എന്ന് പറയുന്ന കാര്യം നടക്കുന്ന കാര്യമല്ല എന്നുള്ളതാണ് കേരള കോൺഗ്രസ് സംബന്ധിച്ചോളം. അപ്പോൾ അത്ര ആൾക്കാരെ നമുക്ക് തിരിച്ച് UDFിൻ്റെ ഭാഗമാക്കുക എന്ന് പറയുന്നതും അല്ല. പക്ഷേ അതിലൊരു കാര്യം എന്ന് പറയുന്നത്, ജോസ് കെ മാണി CPMൻ്റെ സീറ്റാണ്. അത് CPM അത് കറക്റ്റായിട്ട് മനസ്സിലാകുന്നുണ്ട്. CPMൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പം ഇനി വരുന്നതാണ് ഏകദേശം അടുത്ത മാസങ്ങളിൽ തന്നെ സംസ്ഥാന സമ്മേളനം വരാൻ പോകുന്നതാണ്. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഈ തോൽവികളെല്ലാം ഇഴകീറി പരിശോധിക്കും സംസ്ഥാന സമ്മേളനത്തിന്. കാരണം CPMൻ്റെ ഒരു രീതി നമുക്കറിയാലോ. അപ്പോൾ ഈ പറയുന്ന ജില്ലാ സമ്മേളനത്തിൽ കൂടുതൽ ഉരുത്തിരിഞ്ഞു വന്ന കാര്യങ്ങളും തോൽവിയും ഈ ഭരണവിരുദ്ധ വികാരങ്ങളും അതുപോലെ തന്നെ ഈ മന്ത്രിസഭയിലുള്ള ഈ വർഷം ഈ പ്രാവശ്യം പുതിയ തലമുറയെ കൊണ്ടുവന്നു തമ്മിലുള്ള വ്യത്യാസങ്ങളും ഇതൊക്കെ ഈ പറയുന്ന സംസ്ഥാന സമ്മേളനത്തിൽ CPMൽ ഇഴകീറി പരിശോധിക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്, അത് കഴിഞ്ഞിട്ടാണ് തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത നിയമസഭാ ഇലക്ഷൻ വരുന്നത്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത്, അവർ സാധാരണ നമ്മളീ പറയുന്നത് പോലെ ഈ ആൻറ്റി ഇൻകംബൻസി നിൽക്കുന്ന സമയത്ത് CPM എന്ത് പറഞ്ഞാലും CPMന് തലവേദനയായി മാറുന്ന സാഹചര്യമാണുള്ളത്. പക്ഷേ ഇനി നടക്കാൻ പോകുന്നത് എന്താണ്, ഈ പറഞ്ഞ പാർട്ടി സമ്മേളനത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യും. അതിൽ നിന്നും ഒരു പാഠം ഉൾക്കൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം ഈ പറയുന്ന മന്ത്രിസഭയിലോ ഈ പറയുന്ന പാർട്ടി പ്രവർത്തനങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ ഇമ്പാക്റ്റ് CPMനെ സംബന്ധിച്ചുണ്ടാക്കും. അതുമാത്രമല്ല, കോൺഗ്രസ്സിന് ഈ പറഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ കോൺഗ്രസ്സിന് വർക്ക് ചെയ്യുന്നതിനേക്കാളും 10 മടങ്ങ് വർക്ക് ചെയ്യാൻ ആർക്കൊണ്ട് പറ്റും, CPMനെ കൊണ്ട് പറ്റും. എല്ലാ പ്രാവശ്യവും അതുകൊണ്ടാണ് CPMന് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിൽ മേൽക്കോയ്മ എപ്പോഴും ഉണ്ടാവാനുള്ള കാരണം. അത് ചിലപ്പം ഒരു ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ CPMനെ സംബന്ധിച്ച് ഉയർച്ച കിട്ടാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക,
നിയമസഭാ ഇലക്ഷൻ വരുന്നത്. അപ്പോൾ ആ നിയമസഭാ ഇലക്ഷൻ വരുന്ന സമയത്തേക്ക് ഈ മേൽക്കോയ്മയാണ് എല്ലാ പ്രാവശ്യവും കോൺഗ്രസ്. കാരണം 2019 പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞ് 19 സീറ്റ് നഷ്ടപ്പെട്ടിരുന്ന കോൺഗ്രസ് പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇലക്ഷനിൽ വളരെ മുന്നിലോട്ട് വന്നു. CPM വളരെ മുന്നോട്ട് വന്നു. അത് വന്നു കഴിഞ്ഞാൽ അവർക്കൊരു എഡ്ജായി. ആ എഡ്ജിനെ അവിടെ ഒരു നിയമസഭയിൽ എൻകാഷ് ചെയ്യുന്നത്. അതുപോലെ തന്നെയായിരിക്കും ഇപ്രാവശ്യം സംഭവിക്കുക. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് ഇതൊരു താൽക്കാലിക തോൽവി മാത്രമാണ്. ഇനി ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഇലക്ഷനിൽ നമുക്ക് കാണാം അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. കാരണം ആ കാര്യത്തിന് CPM ഒരു തൻ്റെയിടമുണ്ട്. ആ തൻ്റെയിടം എന്ന് പറയുന്നത് എന്താണ്, അവരുടെ ലോക്കൽ കമ്മിറ്റികളും അവരുടെ ഏരിയ കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റികളൊക്കെ വളരെ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു സമയമാണത്. അതുപോലെ അത്ര ലെവലിൽ കോൺഗ്രസ്സിന് പ്രവർത്തിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൻ്റെ അകത്തൊരു സംശയമുണ്ട്. ആ സംശയത്തെ ഈ പറയുന്ന യോഗങ്ങളിൽ കൂടെ ദൂരീകരിക്കാൻ പറ്റുകയും സാധാരണ പ്രവർത്തകനായ കോൺഗ്രസ് പ്രവർത്തകരെ കൊണ്ട് റോട്ടിലേക്ക് ഇറങ്ങി വർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് ഇറങ്ങി വർക്ക് ചെയ്യാൻ വേണ്ടി മാറ്റം വരുത്തുകയും ചെയ്താൽ മാത്രമാണ് എന്ത് ചെയ്യുക, അത് നിയമസഭാ ഇലക്ഷനിലേക്ക് ഗുണമായി മാറുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്ത് വരുന്നതെങ്കിൽ വലിയ മാറ്റം സത്യം പറഞ്ഞാൽ ഈ കോൺഗ്രസ്സിന് ഉണ്ടാവും. അതുപോലെ തന്നെ BJPയുടെ ഈ പറഞ്ഞ വോട്ടിംഗ് ഷെയറിലെ വ്യത്യാസം, ആ വ്യത്യാസത്തെ അതൊരു ചെറിയ പ്രതിഭാസമല്ല, അതൊരു വലിയ പ്രതിഭാസമാണ്. ആ പ്രതിഭാസത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതാണ് എന്ന് ഉള്ള നിലയിലേക്ക് ആ ചർച്ചകൾ കൊണ്ടുപോകുക എന്നുള്ളത് കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം വേറെ അതിനേക്കാളും വലിയൊരു കാര്യമായിട്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞത് ഈ 2 നിയമസഭാ ഇലക്ഷൻസ് വരാൻ പോവുകയാണ്. അതുപോലെ തന്നെ പാർലമെൻറ്റ് ഇലക്ഷൻ വരാൻ പോവുകയാണ്. വയനാട് പാർലമെൻറ്റ്, അത് ഉണ്ണിവാലക്ഷൻ പറഞ്ഞ പോലെ കറക്റ്റാണ്. പാർലമെൻറ്റ് ഇലക്ഷനിൽ ഈ പ്രിയങ്ക ഗാന്ധി വൻ ഭൂരിഷത്തിൽ, കാരണം 4 ലക്ഷത്തിനല്ല 5 ലക്ഷത്തിനോ 5.5 ലക്ഷത്തിനോ മേലേക്ക് വരെ വിജയിച്ച് കൂടായിക്കില്ല. അതിൽ അവർക്കൊരു അതിലൊരു ടെൻഷൻ്റെ ആവശ്യമില്ല. പക്ഷേ ഈ പറഞ്ഞ നിയമസഭ 2 ഇലക്ഷൻ, പാലക്കാട് ഇലക്ഷനെ സംബന്ധിച്ചോളം കട്ട് ത്രികോണ മത്സരമായിരിക്കും. അതിന് ഒരു കാരണവശാലും ഈ പറഞ്ഞ ക്രോസ് വോട്ടിംഗ് ഒന്നും ഇനി ചിന്തിക്കാൻ പോലും പറ്റില്ല. CPM സംബന്ധിച്ചിടത്തോളം പറ്റില്ല, അതുപോലെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം BJP സംബന്ധിച്ചും പറ്റില്ല. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇലക്ഷനായിരിക്കും ഈ പറഞ്ഞ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. കാരണം ഒരു 6 മാസത്തിനുള്ളിൽ അവിടെ പാർലമെൻറ്റ് നിയമസഭയിൽ പാലക്കാട് ഇലക്ഷൻ വരും. പാലക്കാട് ഇലക്ഷനിൽ ഏതെങ്കിലും കാരണവശാൽ BJPക്ക് ഒരു എഡ്ജ് കിട്ടുകയാണെങ്കിൽ അത് വലിയ മാറ്റമായിരിക്കും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പോകുക. അപ്പോൾ ഈ പറയുന്ന ഒരു ചർച്ചകളും ഉണ്ടാവില്ല. ആ ലെവലിലേക്ക് ഈ ചർച്ചകളെ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും BJPയുടെ കേരളത്തിലെ വളർച്ചയെ എങ്ങനെ തടയിടാമെന്ന് തീരുമാനിക്കുകയും ചെയ്യേണ്ട ലെവലിലേക്ക് ഈ പറയുന്ന യോഗങ്ങൾ മാറും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ കെ മുരളീധരൻ്റെ കാര്യത്തിൻ്റെ അകത്ത് മുരളീധരൻ ഒരു നിലപാടെടുത്ത് മാറിയിരിക്കുകയാണ്. ആ നിലപാടെടുത്ത് അത് പോയി കോൺഗ്രസ് എല്ലാവരും കൂടെ വിചാരിച്ചാൽ പോലും നടക്കില്ല. കാരണം അതുകൊണ്ടാണ് പുള്ളി നമ്മുടെ പ്രോഗ്രാമിൽ തന്നെ വന്നത്, ഡിബേറ്റിൽ തന്നെ വന്ന് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ആ ലെവലിലേക്ക് മുരളീധരൻ ഈ യോഗങ്ങളൊക്കെ കഴിഞ്ഞ് ഇതിന് മറുപടി പറയും. മുരളീധരൻ ഈ പറഞ്ഞ ചർച്ചകൾക്ക് മറുപടി പറയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനും കൂടിയുള്ളൊരു മറുപടിയാണ് KC വേണുഗോപാൽ കൊടുത്തത് എന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം എന്താണ്, ഇനി ഞാൻ പുറത്തു മാറി നിന്ന് എന്തെങ്കിലും പറഞ്ഞു കളയാം എന്ന് വിചാരിക്കരുത് എന്നുള്ള നിലയ്ക്ക് ഇന്നൊരു സൂചന പോലെ KC വേണുഗോപാൽ. പക്ഷേ KC വേണുഗോപാൽ ഇപ്പോൾ ഒരു പരിധിവരെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ അവർ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ആ മാസ്റ്റർ പ്ലാൻ വിജയിക്കുകയാണെങ്കിൽ 2026 കോൺഗ്രസ്സിന് വലിയൊരു വിജയത്തിലേക്ക് എത്താൻ കഴിയാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ ഒരു ടേക്ക്. Meet the editors.